സർക്കാർ കൊട്ടിഘോഷിച്ച് നവീകരണം നടത്തി എന്ന് അവകാശപ്പെട്ട പാലമാണ് കോഴിക്കോട് ഫറൂഖ് പഴയ പാലം. കഴിഞ്ഞ വർഷം 1.5 കോടിയിലധികം രൂപ മുടക്കി വിദേശ മാതൃകയിൽ ദീപാലങ്കൃതമാക്കിയ പാലം. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് ഈ പാലം തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലായിരിക്കുന്നു എന്നാണ്. പാലത്തിന്റെ അടിഭാഗമാണ് ദ്രവിച്ച് അടർന്നു തുടങ്ങിയിരിക്കുന്നത്. പുതിയ പാലം വേണം എന്നതാണ് നാട്ടുകാരുടെ സ്വാഭാവികമായ ആവശ്യം. സംസ്ഥാനത്തെ ആദ്യ ദീപാലങ്കൃത പാലമാണിത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലായിരുന്നു ഇതിൻ്റെ നവീകരണം. ഉദ്ഘാടനവും പരിപാടികളുമൊക്കെ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ അടിയാണിപ്പോൾ തുരുമ്പെടുത്ത് പൊളിഞ്ഞിരിക്കുന്നത്. ആയിരത്തി 1883 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം ട്രെയിൻ ഗതാഗതത്തിനാണ് ഉപയോഗിച്ചത്. 1924 പുതിയ റെയിൽപാലം പണിതതോടെ റോഡ് ഗതാഗതത്തിന് പാലം വിട്ടു നൽകി. നിർമ്മാണം കഴിഞ്ഞ് 142 വർഷമായി. പുറമെ പെയിന്റ് അടിക്കുകയും ദീപാലങ്കൃതമാക്കുകയുമല്ലാതെ പാലത്തെ സുരക്ഷിതമായി നിലനിർത്താൻ നടപടികളൊന്നുമില്ല. പാലത്തിന്റെ അടിഭാഗത്തെ ഗർഡറുകൾ തുരുമ്പെടുത്തു നശിച്ചു. ഗർഡറുകൾ തൂണിൽ ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് ഭാഗവും ദ്രവിച്ചു. 1.65 കോടി രൂപ മുടക്കി കഴിഞ്ഞ വർഷം പാലത്തിൽ ദീപാലങ്കൃത പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴൊന്നും ഈ കാര്യങ്ങൾ പരിഗണിച്ചില്ല. ഇവിടെ നിരന്തരമായിട്ട് നമ്മൾ കാണുന്നത് ഇത്ര മാത്രം. മേൽഭാഗം പെയിന്റ് അടിക്കും, ഉദ്ഘാടനം ചെയ്യും. താഴെ ഭാഗം മത്സ്യത്തൊഴിലാളികളും മണൽ തൊഴിലാളികൾക്ക് നിരന്തരമായിട്ട് ആ കാര്യങ്ങൾ പുറത്തു പറയുന്നതാണ്. 6 മാസം മുൻപ് പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ പാലത്തിന്റെ തകർച്ച ബോധ്യപ്പെട്ടതാണ്. അടിയന്തര പ്രശ്നപരിഹാരത്തിന് 85 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി. പക്ഷേ ഇതുവരെ ഭരണാനുമതി ലഭിച്ചില്ല. അപകട സാധ്യത ബോധ്യമായി 6 മാസത്തിനു ശേഷവും പാലം പഴയപടി തന്നെ. പാലത്തിന്റെ ഗട്ടറിന് തുരുമ്പ് പിടിച്ചൊരു സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് മുൻപ് എസ്റ്റിമേറ്റ് പ്രകാരം ചെയ്യേണ്ടതായിക്കൊണ്ടുള്ള പ്രവൃത്തിയാണ്. ആ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി കൃത്യമായി സമയബന്ധിതമായിക്കൊണ്ട് ചെയ്യാതിരിക്കുകയും വീണ്ടും ഇതേ പാലത്തിന് തന്നെ കോടികൾ ടെൻഡർ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് പണം ചിലവഴിക്കുന്ന സാഹചര്യം, ഇതിനകത്തൊക്കെ എന്തൊക്കെ ഒരു അഭ്യൂഹത ഇതിനൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 2002 ഓഗസ്റ്റിൽ കണ്ടെയ്നർ ലോറികൾ ഇടിച്ച് ഇരുമ്പ് കമാനങ്ങൾ തകർന്നപ്പോൾ 90 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ചിരുന്നു. അന്ന് പാലത്തിന്റെ മുകൾ ഭാഗവും നടപ്പാതയും മാത്രമാണ് നേരെയാക്കിയത്. ബലപ്പെടുത്താൻ ശ്രമമുണ്ടായില്ല. 2020 90 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ആ 90 ലക്ഷം എവിടെയാണ് ചെലവഴിച്ചത്? പുറം ബക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പുറത്ത് മാല ബൾബുകൾ തൂക്കി പെയിന്റ് അടിച്ചു. ഉൾഭാഗം ഒന്നും ചെയ്തില്ല. 2023 1.63 കോടി രൂപ വീണ്ടും ചെലവഴിച്ചു. 65 കോടി രൂപ വീണ്ടും, ഏകദേശം 1.5 കോടിയിലധികം രൂപ വീണ്ടും ചെലവഴിച്ചു. എന്നിട്ടും ഇതിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നോട്ടീസും അയച്ചു. ഇതിനു പകരമായി മറ്റൊരു പാലം എന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട്. അതിന്റെ ഭാഗമായി എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ പാലത്തിനായി 55 കോടി രൂപയുടെ ഭരണാനുമതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിച്ചതുമാണ്. 2 വർഷം പിന്നിട്ടു. പക്ഷേ ഭൂമി ഏറ്റെടുക്കൽ നടന്നില്ല. അതിനാൽ പുതിയ പാലമെന്ന ആവശ്യം നീളുകയാണ്. ക്യാമറാമാൻ അഭിലാഷിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.